എവിടെയായിരുന്നു? എവിടെയായിരുന്നു? കഴിച്ചു കഴിഞ്ഞിട്ടിരുന്ന് പഠിച്ചോണം കേട്ടോ. പിന്നെ അമ്മ, ഓ പിന്നെ ഞാനേ പുതിയൊരു പരിപാടി തുടങ്ങാൻ പോവാ. നീ ഒരു പരിപാടിയും തുടങ്ങണ്ട, നീ ഇരുന്ന് പഠിച്ചാ മതി. പഠിക്കണമല്ലോ. പഠിക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എന്നാ പരിപാടി തുടങ്ങാൻ പോവാ? പിന്നെ എന്തോ കള്ളത്തരമാണ്. അടി കിട്ടാനുള്ള പരിപാടിയാണെങ്കിൽ ഇപ്പോഴേ പൊക്കോ. അതൊന്നല്ല അമ്മ. എന്നാന്ന് പറയടാ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. ആദ്യം നീ ഭൂമിയിൽ നിന്ന് പൊങ്ങട്ടെ, എന്നിട്ട് ചാനലൊക്കെ തുടങ്ങാം. അമ്മ എന്താടാ? ഇപ്പൊ ബ്ലോഗ് എടുക്കണം. പിന്നെ ബ്ലോഗ് നീ ഒന്ന് പഠിക്കാൻ പോയിക്കടാർക്ക. നിനക്ക് എന്താ അറിയാ അതിനെ പറ്റി? നിനക്ക് എന്നാ അറിയാം? ബ്ലോഗ് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ. ആര് ചെയ്യും ഇതൊക്കെ? ആര് ചെയ്യും? ഞാൻ ചെയ്യും. അയ്യോടാ, കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാ അവൻ ബ്ലോഗ് എടുക്കാൻ പോകുന്നവൻ. എനിക്ക് കൂട്ടി വായിക്കാനും ബ്ലോഗ് എടുക്കാൻ അറിയാം. അമ്മ പ്ലീസ്, ഫോൺ എവിടെ? എന്റെ ഫോണിലാ? തരാം, ഞാൻ നല്ലോണം തരാം. എന്നിട്ട് വേണം അത് നിലത്തിട്ട് പൊട്ടിച്ചാലേ എനിക്കൊരു ഫോൺ മേടിച്ചാലേ ആരുമില്ല. തരൂല്ല, പോ. അമ്മ നിലത്തിട്ട് പൊട്ടിക്കത്തൊന്നും ഇല്ല. അമ്മ തരൂല്ല. നീ ബ്ലോഗ് ഒന്നും ചെയ്യണ്ട, പോ. ഞാനേ ഡാഡിനെ വാങ്ങിച്ചോളാം. അപ്പൊ ഡാഡി നല്ല അടിയും കൊടുത്ത് തരും. ഡാഡി എന്നെ അടിക്കാതില്ല, ഒന്നും ചെയ്തില്ല. ഇല്ല, ഇതിന്റെ എല്ലാ കുറവും നിനക്കുണ്ട്. അടി അടിക്കൂല. ഈ ജനിച്ചു വീഴുന്ന പിള്ളേരെല്ലാം ഇപ്പൊ ഈ വ്ളോഗാണ്. എന്ത് വ്ളോഗാണെന്നാവോ? ഹലോ ഗായ്സ്, അപ്പൊ തക്കുട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ കിടക്കുന്നതാണ് എന്റെ ഡാഡി. ഡാഡി എപ്പോഴും ഉറക്കത്തിലായിരിക്കും. DDD പാർട്ടിയിലെ പ്രധാനമന്ത്രിയാണ്. ഇനി താമസിക്കാതെ തന്നെ MLA ആവും. ഡാഡി ഉറക്കം എണീറ്റ് കേട്ടോ ഗായ്സ്. ബ്ലോഗ് എന്റെ ഫോൺ എടുത്തിട്ടാ ഫോൺ അവിടെ. അമ്മ ഫോൺ തരുന്നില്ല. ഫോൺ അവിടെ. ഡാഡി ഫോൺ വയ്ക്കാൻ പറയുന്നു. ഡാഡി എനിക്ക് പോസ്റ്റ് ചെയ്തൊക്കെ ഇടണം. എടാ, ഞാൻ ഉറങ്ങാനും സമ്മതിക്കൂലേ നീ? ഒരു കുടുംബത്തിനുവേണ്ടി അധ്വാനിക്കണതിന്റെ വിഷമം നിനക്കൊന്നും പറഞ്ഞാൽ അറിയണം. നിനക്കൊക്കെ സമയം തിന്നുക, ഉറങ്ങുക. ഇത് ഞാൻ ഫോൺ വെച്ചിട്ടേ നീ അമ്മയുടെ അടുത്ത് പോ, അങ്ങ് പോ. ഒന്നീ തള്ള അല്ലെങ്കിൽ മോ. ഇത് ആരെങ്കിലും മനുഷ്യന്റെ ഉറങ്ങാൻ. അമ്മയെ പോലെ തന്നെയാണ് ഡാഡിയും, ഫോൺ തരത്തില്ല. നമുക്ക് അമ്മയെ പരിചയപ്പെട്ടിട്ട് വരാം. കട്ടന ചായ എന്തെങ്കിലും എടുക്ക്. കട്ടൻ മതിയോ? കട്ടൻ ചായ അല്ലേടി? കട്ടൻ ഇട്ടത് ഇരിപ്പുണ്ട് ക്ലീറ്റോ. എന്തായാലും താ. ചായേ പുട്ട് തരാ നിരത്ത്. പുട്ടാണ്? അരിയ ഗോതമ്പാ? അരി ചെമ്പാണ്? തകിട് ചെമ്പ ചുമ്പ. രസമായിരുന്നു. ഞാനേ നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. ഞാനും അപ്പുക്കുട്ട സാറും ആക്രാന്തിജിയും ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന്. അപ്പുറത്തെ സീറ്റിൽ ഷാരൂഖ് ഖാൻ. അപ്പോൾ ഹിന്ദിയിലെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് നേരെ വന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതും ഉണന്ന്. എന്തെങ്ങനെ ഉണന്നത്? കുറച്ചേരം കൂടി കാണാറുന്നില്ലേ? സമ്മതിക്കണ്ടേ എൻ്റെ മോൻ. മറ്റേ ഇതാണ് എൻ്റെ ഡാഡി, മറ്റേ വ്ളോഗ്. അവനിപ്പോ പുതിയത് തുടങ്ങിയേക്കണ വ്ളോഗ്. നല്ല തന്നെ. അല്ല, ഇതൊക്കെ ചെയ്ത വരുമാനം കിട്ടുമെന്നാണ് പറയണത്. കൊറേ പൈസ ഉണ്ടാവുന്നവന്. പൈസ ഉണ്ടായിട്ട് അവൻ ടൂറ് പോകുന്നു. കട്ട മധുരം. നീ എന്തിനാ ഇങ്ങനെ പഞ്ചസാര ഇടുന്നത്? ഇത് എങ്ങനെ കുടിക്കും? വേറെ എടുത്തു തരാം. പിന്നെ ഇത് കുടിക്കണ്ട, വേറെ എടുത്തു തരാം. പിന്നെ അത് ഇപ്പൊ ഇട്ടപ്പിച്ചിട്ട് കുടിപ്പോയതാ. ഏറ്റവും ഞാൻ നാളെ പറഞ്ഞില്ലേ ഒരു സ്വർണ്ണ ചിട്ടിയുടെ കാര്യം? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ക്ലീറ്റോ പാർട്ടി ഓഫീസിൽ പോയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ഒരു സ്വർണ്ണച്ചിട്ടി ഇവര് തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് തുടങ്ങിയാലുള്ള ഇതെന്താന്ന് വെച്ചാല് സ്വർണത്തിന് ദിനം പ്രതി പൈസ കൂടിക്കൊണ്ടിരിക്കുക. കൊച്ചിന്റെ ഒക്കെ കല്യാണം ആകുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ലേ. ഞാൻ പറയണത് അപ്പോഴും നമ്മൾ വെള്ളിയെ പ്രൊമോട്ട് ചെയ്യണം, സ്വർണത്തിനങ്ങ് തഴയണം. നമ്മൾ ചോദിച്ചോട്ട് വെള്ളി കൊലുസ് ഇടണം, വെള്ളിയിട്ട് താലി ഇടണം, വെള്ളിക്കമ്മൽ ഇടണം, എല്ലാം വെള്ളിയിലാകണം. വെള്ളിയും കൂടെ കയറി വരട്ടെ.
നിങ്ങളുടെ മോള് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. നീ ഇങ്ങനെ സ്വർണ്ണം എല്ലാം കൂട്ടി കൂട്ടി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവള് എവൻ്റെയും കൂടെ ഇറങ്ങി അങ്ങ് പോവും. കൊല്ലും ഞാൻ അവളെ. ആ നീ പോയപ്പോ കുഴപ്പമില്ലായിരുന്ന. എല്ലാ തള്ളവർക്കും ഇത് തന്നെ. സ്വന്തമായിട്ട് പല നമ്മളെ ഞാൻ പോയത് ആരുടെ കൂടെയാ? തണ്ടും തടിയുള്ള ഒരാളുടെ കൂടെ. പക്ഷെ എന്റെ മോള് അങ്ങനെ പോണെങ്കിൽ തന്നെ ഏതെങ്കിലും അന്തസ്സുള്ള ഒരുത്തൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രമുഖന്റെ കൂടെ പറയണ കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ഇന്നിപ്പം 3000 രൂപ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. 3000 മാസം 3000 രൂപ വെച്ചാ. ഇന്ന് കൊടുക്കണോ? ഇന്ന് കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച കൊടുക്കാൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ ക്ലീറ്റോനെ വിളിച്ചത്. അപ്പോഴാണ് ക്ലീറ്റോ പറഞ്ഞത് ഇന്ന് തരാന്ന് പറഞ്ഞു. ഇന്ന് എന്തായാലും നടക്കൂല മോളെ. എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല. ക്ലീറ്റോന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. എൻ്റെ പൈസ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അല്ല, ക്ലീറ്റോന്റെ കയ്യിൽ പൈസ ഉണ്ടാവാറുണ്ടല്ലോ. എൻ്റെ പൈസ ഇല്ല. എൻ്റെ ഒരു നയാ പൈസ ഇല്ല. എനിക്കാണെങ്കിൽ ഇനി കുറെ പൈസ കൂടെ വേണം. പാർട്ടിയുടെ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ എന്തൊരു നല്ല കാര്യം പറയട്ടെ. നേരെ വിളിക്ക അതിന് മുടക്ക പറയുമ്പോ ആ താല്പര്യമില്ലായ്മ ആ മുഖത്തെ എങ്ങനെ ഇതാക്കിയോ അതുപോലെയാണ് ക്ലീറ്റോ തിരിച്ചും പറയുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എൻ്റെ പൈസ ഉള്ളപ്പോ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ക്ലീറ്റോന്റെ കയ്യിൽ എന്താ പൈസ ഉണ്ടാവുന്നത്? പിന്നെ എൻ്റെ പൈസ ഞാൻ എന്തോരം പൈസ ഇവിടെ അതിന് ചെലവാക്കി. ഇല്ല തന്നെ നേരം വിളക്കും പൈസ ക്ലീറ്റോ. ഇന്ന് ഞാൻ അവരോട് തരാന്ന് ഉറപ്പ് പറഞ്ഞതാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ മുഖം വല്ലാതിരിക്കണ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറക്കം കറക്റ്റ് ആയില്ല. ആണോ? അതിനിടയ്ക്ക് അവൻ വന്ന് തക്കിടുവേ ഒന്നോടത്ത് ഞാൻ നല്ലൊരു സ്വപ്നത്തിലായിരുന്നു. എന്ത് സ്വപ്നം കണ്ടു? ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴേക്കും തക്കട് വന്ന് ചാടി വന്ന് മൊബൈൽ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞു ഉണർത്തിയെന്ന്. ഇപ്പഴല്ലേ കണ്ടത്? അപ്പൊ ചിലപ്പോ ഇനിയും ഗൾഫിൽ പോവാൻ ചാൻസ് ഉണ്ട്. ഗൾഫാ? ഇത് അതൊന്നുമല്ല. ഇത് ഞാൻ കേന്ദ്ര ഘടകത്തിന്റെ ഒരു ചെറിയ മീറ്റിങ്ങിന് പോയിട്ട് ഞാനും അപ്പക്കുട്ട സാറും ആക്രമന്ത് സാറും കൂടെ ഇങ്ങനെ ഫ്ലൈറ്റിൽ വരുന്നു. തൊട്ടടുത്ത സീറ്റിൽ ആരിരുന്നു അറിയാമോ? ഷാരൂഖ് ഖാൻ. ഫോട്ടോ എടുത്താ എങ്ങനെ? അതിനു മുമ്പേ ഉണർത്തി കളഞ്ഞില്ലേ ഈ ചെറുക്കന്റെ കാര്യം? അതല്ലേ. എന്ത് പരിപാടി? ചായ കുടിച്ചിട്ട് ഞാൻ ഈ ഇലയൊക്കെ കളയുമായിരുന്നു. പഴുത്ത ഇലയൊക്കെ കളയുമായിരുന്നു. കൊറേ ഇങ്ങനെയായി. നല്ല ഇത് നോക്കണം. ഇതിനകത്ത് ഈ മറ്റേ കൃമികളൊക്കെ ഈ കീടങ്ങളൊക്കെ. അതെ കൊഴപ്പില്ല. കുഴപ്പമൊന്നുമില്ലാതെ പോണു. പിള്ളേരുണ്ടോ? അപ്പൊ പിള്ളേര് വിദ്യാരംഭത്തിന് വന്നൊരു 10-35 പേരൊക്കെ ചേർന്നായിരുന്നു. അത് പിന്നെ കുറച്ചൊക്കെ പൊഴിഞ്ഞ് വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു 10-25 പേരൊക്കെ പുതിയ പിള്ളേരുണ്ട്. 25 നല്ല സ്ട്രെങ്ത് അല്ലേ? ഫീസ് കറക്റ്റ് ആയിട്ടാ? വരുന്നവരൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു 3000 രൂപ. എന്താ? ഒരു 3000 രൂപയുടെ ഒരു ആവശ്യമില്ല. 3000 രൂപയോ? അയ്യോ, എൻ്റെ പൈസ ഉണ്ടായിരുന്നു ക്ലീറ്റോ ചേട്ടാ. പിള്ളേരുടെ സ്കൂളിൽ ഇന്നലെ ഞാനാ പൈസ അടച്ചത്, ഫീസ്. അല്ല, ഇവനെന്തിനാണ് പണി? എന്തൊരു ചെറുപ്പിനാണ് ഇവൻ സർക്കാർ ജോലിക്കെന്നും പറഞ്ഞ് ഇവിടുന്ന് രാവിലെ പോകണത്? അവൻ അടച്ചൂടെ? അതൊക്കെ നീ എന്തിനാ അടയ്ക്കണത്? അല്ല, എൻ്റെ ചോദിച്ചേട്ടൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അടച്ചോ, ഞാൻ പിന്നെ കിട്ടുമ്പോൾ തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൊണ്ട് അടച്ചേ. എൻ്റെ പൈസ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടും കണക്ക് തന്നെ. അവക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ പൈസ പൈസ പൈസ. ഈ ഒരു ഇതല്ല എന്തൊരു ചിട്ടിയ പാട്ടോ എന്തായാലും കിട്ടണം, അതിന് കൊടുക്കാൻ 3000 രൂപ വേണോ? ഞാനേ ക്ലീറ്റോ ചേട്ടനോട് സ്നേഹമുള്ളതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ചേച്ചി ഈ തയ്യൽ മെഷീനിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കടക്കട അടിച്ചിട്ടൊന്നും കാര്യമില്ല. വല്ല ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലാ അല്ലെങ്കിൽ എന്തെങ്കിലും വിടാൻ നോക്ക്, സെയിൽസ് ഗേൾ ആയിട്ടും. എവിടെ ഈ നാക്കും ഈ സ്വഭാവം വെച്ചിട്ടാ ടെക്സ്റ്റൈൽ അവിടെ കടയിൽ ചെന്ന് നിന്നിട്ട് ആരെങ്കിലും ആ തുണി എടുത്ത് ഈ തുണി ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ എവള് സൗകര്യമില്ലെന്ന് പറയില്ലേ? അങ്ങനത്തെ സ്വഭാവമല്ലേ നോക്കും. അത് ശരിയാ, നാക്ക് ശരി. രണ്ടും കണക്ക് തന്നെയാണ്. ഇത് സത്യം പറയല്ലേ ലില്ലി മോളെ, ഞാനായോണ്ട് നീ ആയോണ്ട് ഇത് ഇങ്ങനെ പോണ്. വേറെ വല്ലതാണെന്നുണ്ടെങ്കിൽ എന്നേ രണ്ട് വഴിക്ക് പോയെന്ന് അറിയാമോ? അത് ശരിയാ. പൈസക്ക് എന്ത് ചെയ്യും? തപ്പിപ്പോ 500 രൂപയൊക്കെ കാണുമായിരിക്കും എൻ്റെ കയ്യിൽ. ഒരു ഒന്നുകൂടെ തപ്പിയാൽ ചിലപ്പോൾ ഒരു 500 രൂപ. സംഭവം ഞാൻ വേറെ കാര്യമുണ്ട്, നീ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാൽ ഞാൻ തിരിച്ചു തരാം. ഒരു 2 ദിവസത്തിനകത്ത് തരാം. ഒരു 1500 അടുത്ത ദിവസം ഒരു 1500 തിരിച്ചു തരാം. ഇന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തന്നേനെ. കാരണം ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ പിള്ളേർ എന്തായാലും കുറച്ച് പിള്ളേർ ഫീസ് തന്നെ. പക്ഷെ ഞായറാഴ്ച അല്ലല്ലോ, എന്ത് ചെയ്യും? ഞാൻ തരാം കേട്ടോ. ഇത് ഞാൻ മനസ്സിലായി തരുമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇത്ര ഉറപ്പിച്ച് പറയത്തില്ലല്ലോ. ഇങ്ങനെയാണെന്ന് വേളം വയ്ക്കണോണ്ടാണ്. നീ ഒന്ന് മറിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്ക്. ഒരു രക്ഷയില്ല മറിക്കാൻ. മറിയണ കേസായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയായിരുന്നു ഇങ്ങനെ ഈ ഇതിനകത്ത് ഒരുപാട് കൃമിയും കീടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മറിച്ചിട്ടിട്ട് അത് തട്ടിയിട്ടൊന്നുകൂടെ വെച്ചാൽ നല്ലതായിരിക്കും.
ഉണ്ടേ? ആ പോയി. ചായ വേണോ? വേണ്ട. എന്തേ? എന്നെ കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നതാ. ആ ജനിച്ചപ്പനെ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതൊരു അർത്ഥം വെച്ച് ഭയങ്കര ബോറ് പരിപാടിയാണ്. നേരം വെളുക്കും മുമ്പേ കണ്ടെടുത്ത് പോയി ഇരക്കാൻ പോണത്. കിട്ടിയാ? കണ്ടെടുത്തല്ലേ പെങ്ങളുടെ അടുത്തല്ലേ? കിട്ടിയില്ല, കിട്ടിയതുപോലെ തന്നെ എന്നുവെച്ചാ കിട്ടും. അവള് ലില്ലി നോക്കാന്ന് പറഞ്ഞു. അവൾക്ക് നോക്കാന്ന് പറഞ്ഞ എന്റെ തങ്ക അവക്ക് ആരോ ഇച്ചിരി ഫീസോ പൈസ എന്തോ പിള്ളേർ കൊടുക്കാണ്ട് അത് കിട്ടിയാൽ തരാന്ന് പറഞ്ഞു. വൈകുന്നേരത്തിനകത്ത് അവള് തരും. അപ്പൊ കിട്ടൂല. ഇടി കിട്ടും തരാന്ന് അവള് പറഞ്ഞു. ഉറപ്പാണോ? ഓ തുറപ്പ് തന്നെ, ഉറപ്പ്. നീ എനിക്ക് ചായ എടുത്താ വേറെ കട്ടായി മധുരമില്ലാതെ. എടുക്കാം. ഇതിനൊന്നും ഒരു ഉറപ്പുമില്ല, താല്പര്യമില്ല. ഇനിയിപ്പോൾ കട്ടൻ വേണ്ട, ഞാൻ കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് പാൽ ചായ എടുത്താൽ മതി. ഓ അതെ, ഓ ഞാനൊരു എന്നെ നോക്ക് നീ തുക്കളൊക്കെ തൂത്ത തറവായി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. എന്താ? എൻ്റെ മേശയ്ക്കകത്ത് ഞാൻ കുറച്ച് പൈസ വെച്ചിരുന്നു. ഇപ്പം ഞാൻ അതവിടെ നോക്കിയപ്പോൾ കാണാനില്ല. എടുത്തോ? ഞാനോ? അല്ലാതെ ഇവിടെ വേറെ ആരും വരാനില്ലല്ലോ അതെടുക്കാൻ. അതിന് ക്ലീറ്റോന്റെ എവിടെന്നാ പൈസ? ക്ലീറ്റോന്റെ പൈസ ഇല്ലാന്നാണല്ലോ എന്നോട് പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അധ്വാനത്തിലുള്ള പൈസ ഇല്ല എൻ്റെ കയ്യിൽ എന്നാണ് പറഞ്ഞത്. ഇത് പാർട്ടിയുടെ ഒരു ആവശ്യത്തിന് വെച്ചിരുന്ന പൈസ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ പൈസ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ 5ന്റെ പൈസ എടുക്കാൻ. അതെ, എൻ്റെ കയ്യിൽ, അതായത് ഞാൻ എന്ന ക്ലീറ്റോ എന്ന വ്യക്തിയുടെ കയ്യിൽ പൈസ ഇല്ല. അത് പാർട്ടിയുടെ പൈസയാണ്. പാർട്ടിയുടെ പൈസ എൻ്റെ പൈസ ആവില്ല, അത് കണക്കുള്ള പൈസയാണ്. അത് പാർട്ടിയുടെ പൈസയാണ്. ആ പൈസ എവിടെ? അത് കാണാനില്ലാതാണ് ഞാൻ ചോദിച്ചത്. അത് വെച്ചെടുത്ത് പോയി നോക്കണം. വെച്ചെടുത്ത് നോക്കിയിട്ട് കാണാത്തോണ്ടാണ് പറഞ്ഞത്. തങ്കം ഇതെന്ത് എന്നോട് ചോദിക്കണം? എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. ലില്ലി തരാന്ന് പറഞ്ഞില്ലേ? ആണല്ലോ. എന്നിട്ട് ലില്ലി നിന്ന് കിട്ടിയോ? ലില്ലി വൈകുന്നേരം തരുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, ആയിക്കോട്ടെ. അതിനിടയ്ക്ക് നീ ഇത് എന്തിനെടുത്തത്? ഞാൻ കളിക്കരുത്, തമാശ കളിക്കരുത്. എവിടെ പൈസ വെച്ചത്? ഞാൻ പൈസ വെച്ചാൽ മേശയ്ക്കകത്താ. എവിടെ? നമ്മുടെ മേശയില്. പിന്നെ മേശയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. നോക്കട്ടെ, അവിടെ ഉണ്ടാവും. എവിടെ വെച്ച്? എന്റെ വിധം മാറരുത്. എന്റെ വിധം മാറും അധികം താമസിച്ചത്. എവിടെ വെച്ച് ക്ലീറ്റോ? ഇതെന്റെ മേശ, അറിയാലോ. മേശയല്ല, ഈ വീട്ടിലെ മേശ ആണെങ്കിലും ഞാനാണ് ഇതിനകത്ത് എന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്താണ് വെക്കണം. ഇത് എന്റെ ഡയറി. ഈ ഡയറിക്കകത്ത് ഈ ലോട്ടറി ടിക്കറ്റും 3000 രൂപ വെച്ചു. ഈ ലോട്ടറി ടിക്കറ്റ് ഡേറ്റ് കഴിഞ്ഞതായതുകൊണ്ട് നീ ഇത് എടുത്തില്ല. ഇല്ലെങ്കിൽ ഇത് നീ അടിച്ചു മാറ്റിയ പൈസ നീ എടുത്തു. ആ പൈസ ഞാൻ എടുത്തിട്ടില്ല. ഈ ഡയറി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. തങ്ക ഒരുപാട് അങ്ങോട്ട് നീ അഭിനയിക്കരുതേ. ഞാൻ പറഞ്ഞത് പാർട്ടിയിലില്ല, എനിക്ക് ചെന്ന് കേറാൻ പറ്റില്ല, നാണക്കേടാണ്. ആ നാണക്കേടാണെങ്കിൽ കേറണ്ട. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ക്ലീറ്റോ? എന്റെ ചക്കരല്ലേ, പറ, എടുത്തെങ്കിൽ പറ. ഞാൻ വേണമെങ്കിൽ അതിൽ നിന്ന് നിനക്ക് 200 രൂപ ഞാൻ തരാം. പക്ഷെ അതില്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തങ്കം, നീ അത് താ. ഞാൻ എടുത്തിട്ടില്ല. മര്യാദയ്ക്ക് പൈസ അറിയും. എന്തുവാണ് ക്ലീറ്റോ? കള്ളത്തിന് കാണിക്കില്ല. കള്ളി പെരുങ്കള്ളി. പിന്നെ മോഷണം നടത്താനാണല്ലോ പിന്നെ കള്ളി എന്നല്ല. നാട്ടുകാർ മൊത്തം അറിയും. ഡൈവേഴ്സ് ഒക്കെ തരാം. അതിന് മുമ്പ് എന്റെ 3000 രൂപ ഡൈവേഴ്സ് വേറെ കല്യാണം എന്തോ വെച്ചാൽ നടത്തിക്കോ. കളിക്കുന്നടി എന്റെ ലില്ലി മോളെ. ഞാനൊരു 3000 രൂപ വെച്ചിരുന്നു ഈ ഡയറിക്കകത്ത് വെച്ചിരുന്നു. ഇപ്പൊ കാണാനില്ല അത്. അതിന് ക്ലീറ്റോ ചേട്ടൻ പൈസ എന്നോട്. ഓ അതെ, എന്റെ പൊന്നെ, ഞാൻ അധ്വാനിച്ച പൈസ എന്റെ കയ്യിലില്ല. പക്ഷെ പാർട്ടിയുടെ ഫണ്ടിന്റെ ഒരു 3000 രൂപ ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നു. ആ പൈസ കാണാനില്ല. അത് ഇവളെ എടുത്ത് നന്നായിട്ട് നോക്കി. പിന്നെ നിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. അവളെ കള്ളിയാണെന്ന് മാത്രം പറയും. അവൾ അങ്ങനെ ചെയ്യത്തില്ല. ഇതിനകത്തിരുന്ന പൈസ പിന്നെ മാഞ്ഞു പോയാ അപ്രത്യക്ഷമായ. സമാധാനമായിട്ട് അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി. പൈസ ഒക്കെ എടുത്തിട്ടുണ്ട്. എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കുകയും ചേച്ചി എത്ര പ്രാവശ്യം ക്ലീറ്റോച്ചേട്ടന്റെ പൈസ എടുത്തിരിക്കുന്നു? പിന്നെ ഇരിക്കുമല്ലോ നിധി. എടി ഉള്ളതാവട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചോളൂ, 3000 നീ നിന്ന് എടുത്തില്ലേ? ഞാൻ 3000 കൊണ്ട് ഇവിടെ വെക്കും. അപ്പൊ 3000 രൂപ എവിടെ വെച്ചിരുന്നു? കൊടുക്ക്. വല്ല 2000 ഞാനത് വിഴുങ്ങി. ഞാൻ കൊടുക്കണില്ല. എന്ത് ചെയ്യും? കണ്ട ഇവിടെ ഇതാണ് അഹങ്കാരം. അവളെ ഇതിനകത്ത് വെച്ചിരുന്നു. ശൂന്യാകാശത്തൂടെ പോണ റോക്കറ്റ് ആണെങ്കിൽ അത് അപ്രത്യക്ഷമായെന്ന് പറയാം. ഇത് ഈ മേശക്കകത്ത് വെച്ചിരുന്ന 3000 പോയിന്ന് പറഞ്ഞാൽ എങ്ങനെ? നോക്കി നിങ്ങൾ നോക്ക്. അമ്മ ഒന്ന് നോക്കി. നോക്കാവരാളില്ല. ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇവർക്ക് കഞ്ഞി കറി വെച്ചെടുത്തിട്ട് ഞാൻ
ഇങ്ങോട്ട് വാ. അമ്മ അത് അവള് വെപ്രാളത്തിൽ എടുത്തപ്പോ എല്ലാം വാരി വലിച്ചിട്ടതാണ്. പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ വിധം ഒന്ന് നോക്കി എടുത്ത് കൊടു. ഒരു വലിയ പാർട്ടിയുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടവനാവാൻ പോവുകയാണ്. പൈസ എടുത്തിട്ട് എന്നെ വിളിച്ചോളണം. ഇല്ലെങ്കിൽ എന്റെ ക്ലീറ്റോ ചേട്ടൻ ഇവിടെ തന്നെയാണോ അവിടെ തന്നെയാണ് വെച്ചത്. ക്ലീറ്റോ ചേട്ടൻ പാർട്ടി ഓഫീസിൽ നല്ലപോലെ നോക്ക്. എടീ പാർട്ടി ഓഫീസിൽ ഞാൻ ഇവിടെ കൊണ്ട് വെച്ച് ഇന്ന് രാവിലെയും കൂടി ഞാൻ അത് നോക്കി എടുത്തു വെച്ചതാണ്. കുറച്ച് സമാധാനപ്പെടുക്കിട്ടു. ഒരു സമാധാനമല്ല ഇത്. നീ അനുഭവിക്കുന്ന നീ നോക്കിക്കോ. ആ എന്റെ ഫോൺ ഇവിടെ തക്കടൂ ഓ എന്റെ ഫോണിൽ വിടണം. അപ്പൊ ഗൈസ് എന്നെ ഡാഡി വിളിക്കുന്നുണ്ട്. എന്റെ അമ്മമ്മയുടെ ഗൈസ് ഫോണിൽ കളിക്കണം. എന്റെ ഗൈസ് ഡാഡി എനിക്കത് എടുത്തു തന്നിരണം. ഓ ആളുകളൊക്കെ കേൾക്കുകയും ചെയ്യുമല്ലോ. ചെറുക്കനെ കടിച്ചു വരുന്ന തോന്നിയ പയ്യ. എടുത്ത ചേച്ചി ഞാൻ എടുത്തില്ല. എനിക്കെന്തിനാ പൈസ? ഞാനൊരു പൈസ ആവശ്യത്തിന് ചോദിച്ച്, അപ്പൊ നീ തരാന്നാണല്ലോ പറഞ്ഞ വൈകുന്നേരം. എന്റെ കയ്യിൽ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു നീ തരാന്ന് പറഞ്ഞു. ആ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ എല്ലാരും കൂടി പറ്റിക്കോ. പക്ഷെ എന്നാലും 3000 രൂപയുടെ പോയി. എനിക്കറിഞ്ഞൂടാ, ഇവിടെ വെച്ചിട്ടുണ്ടാവൂല. 1-2 ആണോ ദൈവമേ? ചിലപ്പോ അവിടെ തന്നെ ഉണ്ടാവും പാർട്ടി ഓഫീസില്. ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിക്കൂട്ടാ. വാമേ നീ വിഷമിക്കാതിരി, എവിടെയെങ്കിലും കാണും. വാ കിട്ടും. അന്തോണിസുള്ള എല്ലാവരോടും എഴുതി തരും. ഓ വാ. എന്തിനീ ക്യാബേജ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര അയ്യ, അല്ല ഇത് അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി വാരി അരിഞ്ഞിട്ട് തേങ്ങാപ്പീരിടണം. മഞ്ഞളും അതും ഇതോട്ട് തോരൻ വെക്കും. എനിക്കത് അമ്മ മഞ്ഞൾ ഇടണം ക്യാബേജില്. കാരണം ഇത് ഇലയല്ലേ ഇടി, ഇല ഇങ്ങനെ മടങ്ങി മടങ്ങി മടങ്ങിയല്ലേ. അപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനെ മരുന്ന് തളിക്കും. അതിന്റെ ഉള്ളിൽ കഴുകാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? മഞ്ഞപ്പൊടി വിഷമൊക്കെ കളയണതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് കഴുകേണ്ട. ഞാൻ അങ്ങനെയാണ്, ഇതിങ്ങനെ വിടർത്തി വിടർത്തി വെള്ളത്തിലോട്ട് ഇടും എല്ലാം. ആണോ? പുട്ട് വിഷമെല്ലാം പോവാൻ. അപ്പൊ വിഷമൊക്കെ അല്ല മഞ്ഞൾ വെള്ളത്തിടണം. ഓരോ അടർത്തി അടർത്തി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അമ്മേ. നമുക്ക് അപ്പൊ എന്താന്ന് വെച്ചാ ഉള്ളൊക്കെ വിഷമൊക്കെ പോകും, അഴുക്കൊക്കെ പോകും. അതൊക്കെ അറിഞ്ഞാ മതിയല്ലോ. അതൊക്കെ നല്ലത് തന്നെ. വന്നാ പക്ഷെ എനിക്ക് എന്തായി? പൈസ കിട്ടിയാ? പൈസ കിട്ടി. കിട്ടിയാ? പാർട്ടി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യമുണ്ടാ? എന്തെല്ലാം പറഞ്ഞു ഇവിടെ കിടന്ന് കള്ളി കള്ളി. ഓ സാരമില്ല, ക്ലീറ്റോ അല്ലേ. കിട്ടിയല്ല എന്തായാലും അത് തന്നെ നല്ലത്. ഇവിടെ ഇരിക്ക്, ചായ കുടിച്ചിട്ട് പോവാ. ചായ വേണ്ട, ഞാൻ എന്താ വരുന്നത്. ഇപ്പൊ ഇരുന്നേ ഉള്ളു, വാ. ചായ വേണ്ട, നീ ഇരിക്കും, നീ റെസ്റ്റ് എടുക്ക്. 10,000 രൂപ. അത് ചേച്ചിനെ എന്തൊക്കെ ദുഷ്ട. എന്താണ് ഇതെന്നാ? നമ്പാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്താടാ? എന്തോ അത് എന്നെക്കൊള്ള അടിയാ. എന്തിന്? രാവിലെ ഫോൺ എന്റെ താഴെ വീണു. എന്തിനാണ് അവന്റെ ഫോൺ എടുക്കാൻ പോണത്? നീ ചെന്ന് മേടിച്ചോ, കിട്ടണത് മേടിച്ചോ. അടിക്കല്ലേ? ഒരു അനുസരണ ഇരടി പറഞ്ഞ അവനറിയാതെ ചെയ്ത ക്ലീറ്റോ. നീ എടുക്കത്തില്ല ഫോണ്. ഫോണില് ആരുമില്ല, ഒന്നും ചെയ്യൂല. ഫോണില് പൊട്ടിയോ? പൊട്ടിയില്ല, പൊട്ടും. ഞാനൊരു സംഭവം കാണിച്ചു തരാം, കണ്ടോ? എടുത്തേക്കണ്ടി. അപ്പൊ ഇതാണ് എന്റെ തങ്കമ്മ. അമ്മയുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഡയറി, ഞാൻ പൈസ വെക്കുന്ന ഡയറി. അതാ കള്ളി എന്നെ പറയിപ്പിക്കാനായിട്ടുണ്ടായത്. അയ്യേ മാറങ്ങട്ട്. അതെ, ഞാൻ സാധാരണ എൻ്റെ ഫോൺ അവൻ എടുക്കുമ്പോൾ അവനെ ഞാൻ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഇന്ന് അവൻ ഫോൺ എടുത്തതുകൊണ്ട് എൻ്റെ പൈസ എവിടെ പോയി എന്ന് എനിക്ക് അറിയാൻ പറ്റി. ചേച്ചി തള്ള മനസ്സിൽ കള്ളം ഉണ്ടെങ്കിലും പിള്ള മനസ്സിലും കള്ളമില്ല, ടെക്നോളജിയും കള്ളം പറയില്ല. തക്കുടിഞ്ഞു വന്നേ, വാ, നിനക്ക് പെട്ടെന്ന് വൈറലാകാൻ ഒരു വ്ലോഗ് തരാം. വാ. മോശമായി പോയി ചേച്ചി. ഒരു മനുഷ്യൻ നെഞ്ചു പൊട്ടി എത്ര പ്രാവശ്യം പറഞ്ഞു എടുത്തെടുത്താന്ന്. അപ്പോഴൊക്കെ പോത്തെ പിന്നെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചടി, നീ എടുക്കാം. അപ്പൊ നീ എന്താണ്? യവന്റെ മേശ ഇരുന്ന പൈസ എവളാണ് ഡയറിയിൽ നിന്ന് എടുത്തത്, അല്ലാതെ വേറെ ആരും ഇല്ല. കള്ളി കള്ളി. എടാ ഫോൺ കാണിച്ചോട് മക്കളെ, ഫോൺ കാണിച്ചോട്. കാണു. നോക്ക്, കണ്ടോ കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? കള്ളിയേ കള്ളി. വീട്ടുകാരെ പറയിപ്പിക്കാൻ നിൽക്കുന്ന നില നോക്കിയാണ്.
കൊടുക്കടാ. മിണ്ടരുത്, കൊടുക്കരുത്. ഇനി മേലാ മോട്ടിക്ക. മതി 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 ചിലവനോട് എടുക്കത്തല്ലേ അവളെടുക്കട്ടെ. അയ്യേ, എന്തൊരു അതിക്രമമായി പോയെന്നാണ്. ആ നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ, അത് കഴിഞ്ഞ് നിനക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യൂ. ബൈ.